ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചുവന്നുള്ളി വെച്ചിട്ട് അടിപൊളി ഒരു കറിയാണ് കേട്ടോ. 2 മിനിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമായിട്ട് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കിത് ക്ലീൻ ആക്കി എടുക്കണം. നമുക്ക് എത്ര കറി വേണം അനുസരിച്ച് ഉള്ളി എടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു 30 ഉള്ളി ഉണ്ടാവും കേട്ടോ. ഇത് വലുതായതുകൊണ്ട് നമുക്ക് ക്ലീൻ ആക്കാൻ ഈസിയാണ്. അപ്പോൾ നമുക്കത് ക്ലീൻ ആക്കിയിട്ട് വരാം കേട്ടോ. നമ്മൾ ക്ലീൻ ആക്കിയിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഞാനിപ്പോൾ മൺചട്ടിയിലാണ് വെക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാനിൽ വെക്കാം. ആ മൺചട്ടി ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂണോളം ഉലുവ കൂടി പോകണ്ട, അതൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് വേണ്ടത് ചെറിയൊരു പീസ് ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 3 വെളുത്തുള്ളി അതും കൂടി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചതച്ചിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പില ഞാൻ ഇവിടെ ഇങ്ങനെ പിച്ചി ചെറുതാക്കി ചെറിയ പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കുക. അത് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മളിവിടെ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയില്ലേ, കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് വലിയ ചുവന്നുള്ളിയാണ്. അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതിൽ പൊടികളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ 5 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം എരില്ലാത്ത പച്ചമുളകാണ്. നമ്മൾ എരിവുള്ളതാണെങ്കിൽ ഒരു 2-3 എണ്ണൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല എരിവുള്ളതാണെങ്കിൽ ഇട്ടാം. കാരണം ഇതിൽ മുളക് പൊടിയോ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇത് അധികം എരില്ലാത്തതുകൊണ്ട് ഞാൻ 5 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കറി പറഞ്ഞാൽ 2-3 മിനിറ്റുള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ ചോറിനൊക്കെ പെട്ടെന്ന് ചോറിനാണെങ്കിൽ കഞ്ഞിയുടെ കൂടെ ഒക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. വേറെ സൈഡായിട്ട് നമുക്കൊന്നും ആവശ്യമില്ല ഈ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ. ഇനി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പുളിയാണ് കേട്ടോ. പുളി നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതിൻ്റെ ആ നീരെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. പുളി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കറി നല്ല വേണം, അതായത് ഒരു രസം രീതിയിൽ ലൂസ് പോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ലൂസാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ആ പുളി പിഴിഞ്ഞ ബൗളിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഉള്ളി ഒന്ന് വേവാൻ വെക്കും തോറും അത് തിളയ്ക്കും തോറും ഒന്ന് വെറ്റി വരും. നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കണം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വെന്ത് കിട്ടിയാൽ മതി. അതുപോലെ ഉള്ളി ഉടയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ആ ഉള്ളി ഒന്ന് വേവുന്ന അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. 2 മിനിറ്റ് വേവിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ അത് ഉള്ളി വെന്ത് കിട്ടും. ഉള്ളി ഇങ്ങനെ നന്നായിട്ട് ഉടഞ്ഞ് നമ്മൾ ഉള്ളി വേവിച്ചെടുക്കില്ല, അതേപോലെ ഒന്നും ആവേണ്ട, കറികൾക്ക് വേവിച്ചെടുക്കുന്ന പോലെ ഒന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് ഒന്നുകൂടി ഒന്ന് വെറ്റിച്ചെടുക്കാം കേട്ടോ. നല്ല അപ്പോൾ ഒന്നുകൂടി കുറുകിയ ടൈപ്പ് വരും. ഞാൻ അത്ര അങ്ങോട്ട് കുറുക്കി എടുക്കുന്നില്ല. അങ്ങനെ ഒരു കുറച്ച് ലൂസ് വരും. നമുക്ക് രസത്തിൻ്റെ ഒക്കെ ആ രീതിയിലിട്ട് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്ര കറി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് വെറ്റിച്ചെടുക്കാം. ഇനി നമ്മൾ അതിൽ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയാണ് കേട്ടോ. കൂടി പോകേണ്ട 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി അതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയൊരു പീസ് ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു പീസ് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ശർക്കരയുടെ പൊടി ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്, ചെറിയ പീസ് ഇട്ടോ. അത് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ അതൊന്ന് മെൽറ്റ് ആവട്ടെ. അപ്പോൾ നമ്മളുടെ ചുവന്നുള്ളി പുളിങ്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ കഞ്ഞിക്ക് കുടിക്കുമ്പോഴാണെങ്കിലും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും വറ്റിച്ചെടുക്കാം. ഞാൻ അപ്പോൾ ഈ ഒരു ഇതിലാണ് എടുക്കുന്നത് കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ടുള്ളൊരു കറിയാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്ര നമ്മൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.